ഞാനേ ഈ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഷെഫിൻ്റെ വീടന്വേഷിച്ച് ഇറങ്ങിയതാണ്. നമ്മുടെ ലത ചേച്ചിയെ ഇവിടെ എവിടെയോ ആണെന്നാണ് പറഞ്ഞു. പക്ഷെ ഇവിടെ എവിടെയാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ആകെ കൺഫ്യൂഷൻ. ഈശ്വരാ, ഞാൻ പെടുവോ? അതല്ല. ആ ദേ വന്ന് ചേച്ചി ഇത് എടുത്ത് ഇത് ഇവിടെ ഇരിക്കട്ടെ. ഞാനാകെ കൺഫ്യൂഷനായി നിൽക്കായിരുന്നു. ഇവിടെ ഇത് ഏതാ ചേച്ചിയുടെ വീടെന്നുള്ള അറിയാതെ. കയറട്ടെ. ഇതാണ് പ്രവീൺ, എൻ്റെ നാട്. ആഹാ, ഇറങ്ങിക്കോട്ടെ. ഓക്കേ, ഞാൻ കുക്കിങ്ങിനുള്ള അതൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ശരി. പ്രവീൺ ഒരു കാര്യം ചെയ്യും, ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. ഓക്കെ, ശരി. ആഹാ, ഇതാണല്ലേ ചേച്ചി അടിപൊളി സെറ്റപ്പാണുള്ളത്. നല്ല പ്രകൃതിദത്തമായ സ്ഥലം. ഒരുപാട് ആമ്പലൊക്കെ ഉള്ള പുഴയാണ്. പുഴയല്ലല്ലേ, തടാകമാണല്ലേ ഇത്. ഇവിടെയാണ് ചേച്ചിയുടെ ഇത് ചേച്ചി എന്തോ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ് ചെയ്തു തരാൻ പോകുന്നത് അല്ലേ? ഇതൊരു ആദിവാസി വിഭവമാണ്. ആദിവാസികളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ്. ഞാനത് എൻ്റെതായ ചില ഇൻഗ്രീഡിയൻസും ചേർത്ത്. ഓക്കെ, ചേച്ചിയുടെ ഫ്യൂഷനിൽ ഒരു ആദിവാസി ഫ്യൂഷൻ ഡിഷ് ആക്കി മാറ്റി. ഓക്കെ, ഇതാണ് ഇന്നത്തെ ചേച്ചി എനിക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്ന ഡിഷ്. ഇതിന്റെ പേരെന്താ ചേച്ചി? ആദിവാസി പേരുമല്ലോ. ഇത് ആദിവാസികളുടെ പേരല്ല. അപ്പൊ ഞാൻ സ്റ്റീംഡ് ഫിഷ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ്. ആദിവാസികൾ പറയുന്നത് മീൻ പറങ്കൾ. പറങ്കൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കാന്താരി മുളകിനെയാണ് അവരത് പറയുന്നത്. കാന്താരി മുളകും മീനും കൂടി ഇട്ട് ചെയ്യുന്നൊരു ഒരു ഓയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് മാത്രമല്ല, കുറച്ച് ഹെർബൽ ലീവ്സ് ഒക്കെ ചേരുന്നുണ്ട്. കുരുമുളകിന്റെ ലീഫ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. കാരണം അതിനകത്ത് മസാലകളോ വേറെ ഒന്നും ചേർക്കുന്നില്ല. ആദിവാസികളുടെ ഡിഷ് ആയതുകൊണ്ട് അല്ലേ, ശരിക്കും അവർ തേങ്ങ പോലും ചേർക്കുന്നില്ല. അപ്പം നമ്മളിനകത്ത് ചേച്ചിയുടെ വക ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി തേങ്ങ ചേർക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് കഴിക്കാം അല്ലേ? അതെ, ആർക്ക് വേണമെങ്കിലും കഴിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. ആദ്യം നമ്മുടെ കപ്പ ഇതിനകത്തിട്ടതാണ്. ഇതിന്റെ കൂടെ കൂട്ടി കഴിക്കാനുള്ള. ഓക്കെ, അപ്പോൾ മീനിന്റെ കൂടെ നമ്മൾ കപ്പയാണ് ചേർത്ത് കഴിക്കുന്നത്. സാധാരണ ചേച്ചി ഈ കൂടുതലും ഈ ഷെഫൊക്കെ എല്ലാവരും മെയിലാണ് കണ്ടിട്ടുള്ളത്. എല്ലാവരും ആണുങ്ങളാണ് കൂടുതലും ഈ പ്രൊഫഷണലായിട്ട് വരുന്നത്. അപ്പം ലേഡീസിനെ വളരെ വളരെ ചുരുക്കമേ കാണാറുള്ളൂ. ഇല്ലാന്ന് തന്നെ പറയാം. കേരളത്തിലെ ഫസ്റ്റ് ലേഡി ഷെഫാണ് ഞാൻ. അത് ശരി. അപ്പോൾ ചേച്ചി ഇതെങ്ങനെ അവിടെ പോയി എങ്ങനെ പഠിക്കാനുള്ള ഒരു സാഹചര്യം? 90-ലാണ് ആദിവാസികളുടെ കൂടെ പോകുന്നത്. ആദിവാസികളുടെ കൂടെ പോയിട്ട് ആദ്യമൊന്നും അവരെന്നെ അംഗീകരിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവരെന്ത് ചെയ്യാൻ പോവാണ്. കാരണം ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. എനിക്കൊരു 20 വയസ്സ് പ്രായം ഉണ്ടാവും. അതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അവരുടെ മൂപ്പം പറയുകയും ചെയ്ത് അവരുടേതായ ഭാഷയിൽ. അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. കുറച്ച് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ. ഫുഡിനോട് ശരിക്കും അത്രയും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ? ഇഷ്ടമായിരുന്നു എനിക്ക് വളരെ ചെറിയ ഇതാവുമ്പോഴേ. ഈ അന്നൊക്കെ ആണുങ്ങളാണല്ലോ ഷെഫ്മാര് കോട്ടൊക്കെ ഇട്ടുന്നത്. ഞാൻ അന്ന് വിചാരിക്കും എന്തായാലും ഞാനൊരു പെണ്ണ് ഷെഫായിട്ട്. എൻ്റെ അച്ഛമ്മ നല്ലൊരു പാചകക്കാരിയാണ്. നമ്മളെ വെള്ളമൊക്കെ തിളച്ച് ഏകദേശം നമ്മുടെ ഇത് ചെയ്യാനുള്ള സമയമായി തുടങ്ങി. കപ്പ ഏകദേശം വെന്തിട്ടുണ്ടാവും. സാധാരണ രീതിയിൽ കപ്പ ഇതും കൂടെ ഒന്നിച്ചിട്ടാല് ഒരേ ടൈമില് രണ്ടും വെന്ത് കിട്ടും. അതാണ് അതിന്റെ കണക്ക്. ഇത് ചെമ്മീനാണ്. ചെമ്മീനകത്ത് കാന്താരി മുളകും കോക്കനട്ടും കൂടെ ചതച്ചതാണ് മിക്സ് ചെയ്തു. പിന്നെ ഇതിനകത്ത് പെരിഞ്ജീരകം ആൾ പെരിഞ്ജീരകമാണ്, പൊടിയൊന്നുമല്ല. ലെമണിന്റെ ഇലയാണ് അവരുപയോഗിക്കുന്നത്. ചെറുനാരങ്ങയുടെ ഇലയാണ്. ഇത് കഫീർ എന്ന് പറയുന്ന ലെമണിന്റെ ഇലയാണ്. അപ്പൊ ഇത് ചേർത്തു. കോക്കനട്ടൊക്കെ ചേർത്ത് ഞാൻ. ഇല്ല, അവര് കോക്കനട്ട് ചേർക്കില്ല. അതാ സാൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി. കപ്പയുടെ ഇതിന്ന് ആവിയിൽ നിന്ന് ഇത് കുക്കായിട്ട് ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹെർബ്സ് ആണ്. അല്ലാണ്ട് വേറൊരു ഇൻഗ്രീഡിയന്റും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഓയില് ഒട്ടും ആഡ് ചെയ്യുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ശരിക്കും. അതെ. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ള ചെമ്മീൻ കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ വളരെ നല്ലൊരു പ്രിപ്പറേഷൻ ആണ്. പിന്നെ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ കുറേ കൊളസ്ട്രോൾ, സ്റ്റീം ചെയ്യുന്ന എന്ത് സാധനവും കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാം. കാരണം കൊളസ്ട്രോൾ കുറേയൊക്കെ സ്റ്റീമിൽ അങ്ങ് പോയി പോകും. ഇത് കുരുമുളകിന്റെ ലീഫാണ് നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ചു. പിന്നെ ഇതിന്റെ മുകളിൽ അടച്ചു വെച്ചിട്ട് ഈ മണ്ണിന്റെ പാത്രം കൊണ്ട്
ഇത്ര ഇട്ടിട്ട് നമ്മൾ അടച്ചങ്ങ് വെച്ചിട്ട് ഇത് എത്ര സമയം എടുക്കും? ശരിക്കും മീൻ വേവാൻ ചെമ്മീൻ ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വേണം. മറിച്ച് പുഴമീനാണെങ്കിൽ ഒരു 5 മിനിറ്റ് മതി. ചേച്ചി ഇപ്പോൾ ഈ ആദിവാസി ഡിഷ് അല്ലാതെ എന്തൊക്കെയാണ് ചേച്ചിയുടെ? തായ് ഫുഡ് നന്നായിട്ട് അറിയാം, പിന്നെ ഇന്ത്യൻ നന്നായിട്ട് അറിയാം. ഇപ്പൊ കോട്ടയത്ത് പോയിട്ടാണ് കോട്ടയത്തിൻ്റെത് കോട്ടയം ഫിഷ് കറി. കോട്ടയത്തിന്റെ ഫിഷ് കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്, കോട്ടയത്തെ അച്ചായന്മാരുടെ ഫിഷ് കറി. അപ്പൊ അതൊക്കെ ഞാൻ അവരുടെ വീട്ടിൽ തന്നെ പോയത്. കുട്ടനാട് ചെന്ന് നിന്നിട്ടാണ് കുട്ടനാടിന്റെ തനതായ പൊള്ളിച്ചത് അങ്ങനെയുള്ളതൊക്കെ ഒരു അമ്മച്ചിയാണ് എന്നെ പഠിപ്പിച്ചത്. കോഴിക്കോട് തന്നെ മലബാറിലെ പന്തക്കൽ എന്ന് പറയുന്ന വീട്ടിലാണ് ഞാൻ ഈ ശരിക്കും ഒരുപാട് വർഷത്തെ ഒരു സമയം 25 വർഷത്തെ ഒരു ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഒരു തായ് കുസിൻ ഉണ്ടായിരുന്നു 2 വർഷക്കാലം അവരുടെ കൂടെ. അതായത് തായ് ഷെഫ്മാർ തന്നെ 10-20 തായ് ലാൻഡിൽ നിന്ന് വന്ന ആളുകളായിരുന്നു അത് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ പ്രവീൺ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കണ്ടോ കളറൊക്കെ മാറി ഇത് ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഈ കുരുമുളകിന്റെ ഇലയൊക്കെ നന്നായി വാടി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മുടെ കപ്പയും നേരത്തെ തന്നെ ഇങ്ങനെ കുക്കായി നമ്മളിങ്ങനെ മാടി വിളിച്ചോണ്ടിരിക്കുകയാണ്. കപ്പ ഏകദേശം ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ടാവും. നമുക്കിത് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നീങ്ങാം. ചെമ്മീൻ പറങ്കൽ അല്ലേ? ചെമ്മീൻ പറങ്കൽ ഏകദേശം റെഡിയായി. ആഹാ, ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എന്താ പറയുക ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഡിഷ് എന്നാണ് ചേച്ചി പറഞ്ഞു. പക്ഷെ കാണുമ്പോൾ ഒട്ടും പേടി തോന്നുന്നില്ല. സാധാരണ ഈ സ്പൈസ് ഒക്കെ എന്ന് പറയുമ്പോൾ നല്ല ചവാന്നിരുന്നിട്ട് പേടിയാവും. എനിക്കൊന്ന് കാന്താരിയൊക്കെ ആയതുകൊണ്ടാണ് അല്ലേ ചേച്ചി? അതെ, കാന്താരി ആയതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട, ഒന്നുകൊണ്ടും പേടിക്കണ്ട. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ പുറത്ത് ഇനി കപ്പ. അതെ, കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ശരി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പറങ്കലിൻ്റെ മുകളിൽ കപ്പയും കൂടെ ഇട്ട് ആയപ്പോഴത്തേക്കും ഈ ഡിഷ് പൂർണ്ണമായി. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ പറങ്കൽ അല്ലേ, വിത്ത് കപ്പ. ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റമാണിത്, ആദിവാസികളുടെ ഫുഡ് ഐറ്റം ചേച്ചിയുടെ കൈപ്പുണ്യത്തിൽ. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? സൂപ്പർ, താങ്ക് യു, അടിപൊളി. ചേച്ചി മീൻ പറങ്കൽ അടിപൊളിയായി, ചെമ്മീൻ പറങ്കൽ അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലായി, ഇനിയും ചേച്ചിയുടെ കയ്യിൽ ഇതുപോലെ കുറേ ഡിഷസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് പോവുകയാണ്. വീണ്ടും തണ്ട ഈ കുണ്ടുപറമ്പിൽ വീണ്ടും നമുക്ക് കാണാം. ഇനി ഒരുപാട് തായ് ഡിഷസ് അങ്ങനെ കുറേ സാധനങ്ങൾ ചേച്ചിയുടെ കയ്യിലുണ്ടല്ലോ, എല്ലാം എനിക്ക് പരീക്ഷിച്ച് വെച്ച് തരണം. അപ്പോൾ നമുക്ക് വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ശരി, ഞാൻ എന്തായാലും പ്രവീണിനെ ഞാനല്ലേ കൊണ്ടുവന്ന, എന്തായാലും ഞാൻ അങ്ങോട്ട് ആക്കി തരാം. ശരി, ഓക്കെ, ടാറ്റാ.